കുളിക്കുമ്പോ കരയുന്നേ. മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. പാതിരാത്രി ആവുന്നവരെ കള്ളും കുടിച്ച് നടക്കുക ഇങ്ങനെയുണ്ടോ? നിന്നോടാ എന്റെ അമ്മ പറയുന്നത് കേട്ടോ. അടുത്ത വീട്ടിലുണ്ട് ആണുങ്ങള്. നിങ്ങളുടെ മാതിരി മേഞ്ഞ അടക്ക. അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളും ഉണ്ട്. നീ അതുമാതിരിയാ? കാർത്തിയാനിയടത്തിയുടെ ഭർത്താവിന് എന്താ ജോലിയില്ലേ? 5000 ഉറുപ്പിക ശമ്പളമുണ്ട്. അവളൊന്ന് നോക്കിയാ മതി, അയാള് മൂത്രം ഒഴിക്കും. അവക്കൊക്കെ കളിയാക്കാൻ ഒരു കാരണമായി. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? തലയിലെടുത്ത് നീ സാഗറിനൊന്ന് കുളിപ്പിക്ക. എനിക്ക് വയ്യ. നിക്കവിടെ. കൊള്ളു കുടിച്ച വയറ്റ് കിടക്കണം. എനിക്കറിയാം പണ്ട് എനിക്ക് സ്വഭാവം ഉണ്ടെന്ന്. എന്റെ കമലു അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. നിങ്ങൾ കാണിച്ചതോ? നിക്കറ് ഇട്ടോണ്ട് വല്ലവരുടെ വീട്ടുമുറ്റത്ത് കക്കാൻ പോയതാ? അല്ല, നിക്കാൻ പോയതാ. ഇരിക്കുന്നു. ആര് കണ്ട് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതാ. കുടുംബം മോശാണ്, വേണ്ട വേണ്ടാന്ന്. വേറൊരു മണങ്ങനുണ്ട്, അരി. അരിയല്ല, അരി മനുഷ്യ. അവന് പണിയും തരൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണോ? രണ്ടോ ഇല്ലേ? മോൻ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോ? അല്ല, ഹരിയോ നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗോപിയേട്ടാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ. അവിടെ എന്തെടുക്ക? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹരി ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. വേണ്ട, ഇപ്പൊ തന്നെ വയറിറച്ച് കുടിച്ച്. ഓ, ഒരു ചായക്കും കൂടിയുള്ള സ്ഥലമല്ലേ നിന്റെ വയറ്റില്? അവിടെ ഇരിക്കടാ. കമലു, എനിക്കും കൂടി ഒരു ചായ എടുത്തോ. ഇപ്പൊ തന്നെ തരാം. പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വേണ്ട, അവൻ ചളവാക്കുന്നു. അപ്പോഴാ ഒരു പുതിയ നമ്പർ, 18ാമത്തെ അടവ പൂഴിക്കടകനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നാറി നാശമായില്ലേ? അടവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മർമ്മത്തിൽ ഏൽപ്പിക്കാതെ എന്റെ തെറ്റാ. മർമ്മത്തിലേറ്റു. അവളുടെ പാട്ടിന് പോയി. ചേട്ടൻ കണ്ണന്റെ വീട്ടിൽ പോയില്ലേ? ഇങ്ങോട്ട് വന്നേ. അതെ, കണ്ണൻ ആകെ അപ്സെറ്റ് ആയിരിക്കാം. ആരോടും ഒരക്ഷരം പോലും പറയാതെ അവളെ ഇറങ്ങിപ്പോയിന്ന്. സംഗതി സീരിയസ് ആവുമെന്നാണ് എന്റെ പേടി. നിനക്ക് പെണ്ണുകട മനഃശാസ്ത്രം അറിഞ്ഞൂടാ. എന്തെങ്കിലും മതി പൊട്ടിത്തെറിക്കാൻ. അപ്പൊ ഉടക്കരുത്, പൊട്ടലിന്റെ ശക്തി കൂടും. അത് കഴിഞ്ഞ് പോയ സ്പീഡിലേക്ക് തിരിച്ചു വരും. വരൂ? പിന്നെ ഇല്ല ഇല്ല, ഇനി ഞാൻ പോവില്ല. ഇതുവരെ അച്ഛന് വേണ്ടി ഞാൻ സഹിച്ചു. ഇനി എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. എന്താ ഉണ്ടായെന്ന് നീ പറയുന്നില്ല മോളെ. ഒരു പൊട്ടന്റെ കൂടെ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി എത്ര കാലം എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക? അവൾ ആകെ വിഷമിച്ചിരിക്കുക. എന്തിനു വെറുതെ? ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട. നീ അത് പോ. രാധികെ, ഇഷ്ടമില്ലെങ്കിൽ ബന്ധം വേണ്ടെന്ന് ഒരു വാക്ക് നീ പറഞ്ഞാ മതി. മാധവൻകുട്ടി, എടുത്തുചാട്ടം നന്നല്ല മോനെ. എന്താ ഈ പറയുന്നത്? അച്ഛൻ ഇവളോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം തുടരാൻ അവളെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ. അവിടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അച്ഛൻ നിൽക്കൂടാ. മോളെ, മോടെ മനസ്സിന് മുറിവേക്കുന്ന എന്തെങ്കിലും അവിടെ സംഭവിച്ചോ? ഇല്ലെങ്കിൽ കഴിഞ്ഞതെല്ലാം വേണ്ട അച്ഛ, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വയ്യ. നീ ഇന്ന് ആഫീസിൽ പോകുന്നില്ലേ? ഇല്ല. ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? വലിയ തറവാട്ടി പറഞ്ഞ കുട്ടിയാ. കുറച്ചുകൂടെ സ്നേഹമായിട്ടൊക്കെ പെരുമാറിക്കൂടെ നിനക്ക്? എത്രയും വേഗം രാധികയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്ക്. വഴക്കൊക്കെ തീർത്ത് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. തുളസി, നാണമില്ലല്ലോ. നാണം മറയ്ക്കാൻ വേറൊരു ഷർട്ട് വേണ്ടേ? ഒരു ഷർട്ട് കൊണ്ടാണ് വണ്ടി ഓടുന്നത്. അടുത്ത ആഴ്ച ഇന്റർവ്യൂവിന് പോകാൻ നിന്റെ ചേട്ടനോട് ഷർട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. അതല്ല പറഞ്ഞത്. പിന്നെ? ഒന്നുമില്ല. ഇനി ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചോ. എന്ത് പൂതി? എന്നെ കെട്ടാനുള്ള പൂതി. ഓ, എന്തൊരു പൂതിയാ നിന്നെ കെട്ടാൻ. നിന്നെ കെട്ടിയ നിനക്ക് ഞാൻ ചെലവിന് തരണ്ടേ? ഏതെങ്കിലും ജോലിയുള്ള പെണ്ണ് എന്നെ കെട്ടി എനിക്ക് ചെലവിന് തരുമെന്ന് നോക്കട്ടെ. തരും. എന്തേ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാണിന് 3 പെണ്ണെന്നാ കണക്ക്. സുമുഖനും സുന്ദരനും വിദ്യാസമ്പന്നനുമായ നായർ യുവാവിന് വയസ്സ് 28. ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ വന്നൂടെ? അവരെന്നെ പൊന്നുപോലെ നോക്കും. നോക്കും. ഇങ്ങനെ രാത്രി വേലിയായിട്ട് നടക്കുന്നവർക്ക് പെണ്ണ് തരും. അത് പിന്നെ വേലിയാടിയത് നിന്റെ കണ്ണേട്ടിന് വേണ്ടിയാ. എന്റെ കണ്ണേട്ടിന് വേണ്ടി നിങ്ങൾ എന്തിനാ വേലിയാടിയത്? ഓ, എന്റെ കണ്ണേട്ടൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് വേണ്ടി ജീവൻ വരെ കളയുന്നവനാ കണ്ണേട്ടൻ. നിങ്ങളെ പോലെയല്ല. ഇത്രയൊക്കെ ആയിട്ട് കണ്ണേട്ടൻ ചേച്ചി വിളിച്ചോണ്ട് വരാൻ പോവാ. സത്യമാണോ? ഞാൻ എന്തിനാ നുണ പറയുന്നത്?
ഉണങ്ങിയിട്ടില്ലെങ്കിലും സാരമില്ല. ഇവനെ ഇന്ന് ഞാൻ വഴിന്ന് മാറും. കൊണ്ടാടത്തിൽ ബ്രേക്കുമില്ല. ഗോവിന്ദേട്ടാ ഒന്ന് ഓടി വന്നേ. എന്താ എന്താ? വേഗം പോയി ഷർട്ട് ഇട്ടു വന്നേ. അവള് വീട് തന്നെ ഏൽപ്പിച്ചിട്ട് അടുത്ത വീട്ടിൽ ലെക്ചറിന് പോയിരിക്കാം. സംഗതി ആകെ കുഴപ്പമാകും. വേഗം പോയി ഷർട്ട് ഇട്ടോണ്ട് വാ. അതിപ്പോ പോയി ഷർട്ട് ഇട്ടു പാടും. നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി, അരി വെന്തു. ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. എങ്ങോട്ടാന്ന് അറിയില്ല. എപ്പോ വരും? ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിയാ വരാം. വീട്ടിൽ പോടി. ദാ പോണ് കണ്ണൻ. എടാ കണ്ണാ, ബ്രേക്കില്ല ബ്രേക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവന്റെ ചന്തി കൊണ്ട് ഇടിച്ചു നിർത്ത്. നീ എങ്ങോട്ടാ പോണേ? പറയാൻ മനസ്സില്ല. ഇനി നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സുല്ല് പറയല്ലേ കണ്ണ. നിന്നെ പുല്ലാക്കിയത് അവളാ, ഞങ്ങളല്ല. എല്ലാരെയും എനിക്കറിയാം. കൂടെ നിന്ന് കുഴി തോണ്ടുന്നവരാ നിങ്ങൾ. ഇനി എന്നെ ഉപദേശിക്കണ്ട. എടാ നിന്റെ അഭ്യുദയകാംക്ഷികളാടാ ഞങ്ങൾ. അങ്ങനെ ആര് എനിക്ക് വേണ്ടി ഇപ്പൊ കാഷ്ടിക്കണ്ട. എടാ 1ാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എന്നെ വിട്ടേക്ക്. കണ്ണ, എന്തിനും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ നീ ഓടിച്ചടി അങ്ങോട്ട് ചെല്ലരുത്, വഷളാകും. അത് ഞാൻ സഹിച്ചോളാം. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ വിട്ടാ മതി. എടാ അതിന് ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യുന്ന പറ, നിങ്ങൾക്കറിയില്ലേ? നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എന്തിനാ ഗോവിന്ദേട്ടാ നുണ പറയുന്നത്? എത്ര വഴക്കുണ്ടായാലും ഒരു ദിവസമെങ്കിലും കമല ചേച്ചിയെ കാണാതെ ഗോവിന്ദേട്ടന് കഴിയാൻ പറ്റുമോ? കണ്ണ ഞാൻ പറയുന്നു. നിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടന്നപ്പോ തുളസിക്ക് പറയത്തക്ക ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിനക്ക് പരിക്ക് പറ്റിയപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തു. നീ രാധികയെ മറക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് ഓടിച്ചെന്നാ അവര് നിന്നെ വകവെക്കില്ല. വെക്കണ്ട. ബസ് വന്നു, ഞാൻ പോട്ടെ. കണ്ണൻ പറയുന്നത് നീ എന്നാ പോ. അയ്യോ അയ്യോ രാമനായരെ, നമ്മളിനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സമയമില്ല, ഓടിക്കോ. ഞാൻ മടക്കി കുത്തി. ഗോവിന്ദ, ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിനെ പൊരുകിയത്. അവസാനം എന്നെ നശിച്ച് നാരായണക്കല്ല് ഞങ്ങൾ ഈ വഴിയാ, ഇതാ വഴിയാ. എന്റെ അടുത്ത് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചില്ല. എന്റെ പേര് രാമൻ നായരനല്ല. ഈ നാട്ടില് കോടതി നിയമമൊക്കെ ഉണ്ട് കേട്ടോ. വിവാഹബന്ധം വേർപെടുത്തുക എന്നുള്ളത് ലാസ്റ്റ് റിസോർട്ടാണ്. മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ. സ്റ്റാൻഡ് ചെയ്യും തോന്നുന്നില്ല. അഡ്വക്കേറ്റിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് സ്റ്റാറ്റസ്. ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ഡൈവേഴ്സിന് ഇതൊന്നും മതിയായ കാരണങ്ങളേ അല്ല. സാറ് തന്നെ ഒരു വഴി കണ്ടെത്തണം. ഷീ ഈസ് വെരി മച്ച് വറീഡ്. ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ. ശരി, ഒരു കാര്യം ചെയ്യാം. ലീഗൽ സെപ്പറേഷന് നോട്ടീസ് തയ്യാറാക്കാം. കുട്ടി വിഷമിക്കണ്ട. ഇതൊക്കെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങളാ. ഫേസ് ചെയ്യണം. ധൈര്യമായിട്ട് പോകും. ലെറ്റ്സ് ട്രൈ. ഹലോ. എന്താ മോളെ, 4 മണിയായില്ലേ? നിങ്ങൾ വരുമെന്ന് വിചാരിച്ച അച്ഛൻ എവിടെയും പോവാതെ കാത്തിരിക്കുക. അച്ഛാ, ഉടനെ വന്നേക്കാം. രാകേഷ് ഇതുവരെ എത്തിയിട്ടില്ല. പതിവ് പോലെ അച്ഛൻ നോക്കിയിരിക്കും. നിങ്ങൾ വരില്ല. ഇന്ന് ഇങ്ങനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ദേ എത്തിട്ടോ. വാടോ. മിസ്റ്റർ അലക്സ്, മൈ ഫ്രണ്ട്. ഹലോ സുധ. ആ, താനിരിക്കെ ഞാനിപ്പോ ഓക്കെ. ആ, പുള്ളി
ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ പറ്റി സംസാരിക്കാൻ വന്നതാ. ആ പിന്നെ ഫ്രൈ ഐറ്റം വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു, വേഗം വേണം. Fantastic, fantastic, Rakesh. Your diet supervisor. One for the road. Oh no, Come on, no, come on. No, Rakesh. Come on. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. എല്ലാം പറഞ്ഞതുപോലെ Okay. ജനുവരി 10th മുമ്പ് അഗ്രിമെന്റ് സൈൻ ചെയ്യും. Oh, thanks a lot. Okay. സുധേ, വിളിക്കണ്ട, ഉറങ്ങി കാണും. ഗുഡ് നൈറ്റ്. good night. See you. Bye. Keep your manners. He is my guest. അയാൾ ഇറങ്ങുമ്പോ ഒന്ന് അവിടെ വന്നാലെന്താ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖര മേനോന്റെ മകളുടെ അഭിമാനം ഇടിഞ്ഞു പോകും. 4 മണി മുതൽ ഞാൻ കാത്തിരിക്കാണെന്ന് രാകേഷിന് അറിയാലോ. എങ്ങനെയായിരുന്നു ഈ വരുന്ന കാര്യം ഞാൻ അച്ഛനോട് പറയില്ലായിരുന്നു. അച്ഛൻ അറിയാൻ ഞാൻ ബിസിയാണെന്ന്. രാകേഷിന് ബന്ധങ്ങളുടെ വില അറിയില്ല. ഞങ്ങൾ എങ്ങനെയൊന്നും അല്ല വളർന്നത്. നിന്റെ ഈ ചീപ്പ് സെന്റിമെന്റ്സ് കള. കമ്പ്യൂട്ടർ സയൻസിൽ 1ാം റാങ്കിൽ പാസ്സായ ഞാൻ ഭാര്യയിൽ നിന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. രാകേഷിനോട് സംസാരിക്കാനുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എന്തു പറഞ്ഞാലും അവസാനം ഒരു കീഴടങ്ങ്. പിന്നെ ഈ കരച്ചിലും പിടിച്ചിലും കൊണ്ട് കാര്യമൊന്നുമില്ല. ബി പ്രാക്ടിക്കൽ. ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. ഉയരങ്ങൾ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഇന്നേ വരെ അത് പിഴച്ചിട്ടുമില്ല. ഇനി നീ അതിനോട് തടസ്സമാവുമെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല. മനസ്സിലായല്ലോ? ഈ ജീവിതം എനിക്കെന്തിനു തന്നു ആണ്ടിവടിവോനേ. ഓ പളനിയപ്പാ, ഞാൻ എന്ത് ചെയ്യപ്പാ? രക്ഷപ്പെട്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടില്ല. രാമൻ നായരോ, നീ ഒരുപാട് വെള്ളം കുടിക്കൂല്ലേ? ഇല്ല. എന്തേ? കുറെ നേരമായാലും ഇരുന്നങ്ങനെ ഒഴിക്കുന്നത്. ഈ വയസ്സുകാലത്ത് എന്നെ തോടിക്കരുത്. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? നിനക്ക് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ. നീയും എന്റെ കൂടെ വാ. നിന്നെ കൊല്ലൊന്നുമില്ല. ഇതെന്താ പടിയാണോ? സൂക്ഷിച്ചിറങ്ങണേ. അയ്യോ, തലടിച്ചോ? ഇടിച്ചു. അയ്യോ, പിടി പിടിച്ചോ? വീണ്ടും പിടിച്ചു. ഇന്ന് മൊത്തം ഇടിയാണല്ലോ. ഇടി വാരവാ. ഇവിടെ ഇനി ഇടിയപ്പോ കാണൂ. ഗോവിന്ദനിരിക്കും. എന്താ കഴിക്കാൻ വേണ്ട ഗോവിന്ദ? എന്റെ ദൈവമേ, ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അങ്ങനെ പോവാൻ വരട്ടെ. ചിക്കൻ ബിരിയാണി. ഗുരുവായൂരപ്പ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം. ആ പാപം എനിക്കല്ലേ. തന്നെ ആരും കുറ്റം പറയില്ല. മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇത്രയ്ക്ക് എന്റെ മകളും കണ്ണനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. അവനൊരു അബദ്ധം പറ്റി, ഇത്രയല്ലേ ഉള്ളൂ. നിനക്ക് ഓർമ്മയില്ല ഗോവിന്ദ, ഈ കണ്ണന്റെ വിവാഹം ഉറപ്പിക്കാൻ നിശ്ചയിച്ചത് ഇതേ ഹോട്ടലിൽ, ഇതേ ടേബിളിൽ, ഇതേ ബിരിയാണി ഓർഡർ ചെയ്തോണ്ടാ. നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഗോവിന്ദ. അത്രമാത്രം ആത്മബന്ധമാണ് നമ്മൾ തമ്മിൽ. ഈ കടുങ്കൈ ഞാൻ ചെയ്തല്ലോ. 10,000 രൂപ. ആ 10,000 തിരിച്ചു തരാൻ ആരാ പറഞ്ഞത്? എന്റെ മോളെ കെട്ടിച്ച സ്ത്രീധനായിട്ട് വന്നതല്ലേ. ഒക്കെ കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ഗോവിന്ദ. ഇനി കാര്യങ്ങൾ പറയാലോ. ആ പെണ്ണ് ബന്ധം ഒഴിയാൻ കേസ് കൊടുക്കുക അത്രേ. രാമൻ നായർ ഇതെങ്ങനെ അറിഞ്ഞു? വക്കീലിന്റെ അടുത്ത് നിന്നാണ് രാമൻ നായർ വരുന്നത്. കണ്ണനിത് അറിഞ്ഞോ? അറിഞ്ഞാൽ എന്തോ അരക്കാടോ. ഒരു ബന്ധം മുറിഞ്ഞാൽ മറ്റൊരു ബന്ധം ഏറ്റുകൂട്ടണം. കഴിഞ്ഞതൊക്കെ മറക്കുക. എന്നിട്ട് നമ്മൾ നിശ്ചയിച്ച പോലെ കണ്ണനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാം. അത് നടക്കുവോ? നടക്കണം. പിന്നെ താൻ ഏത് മൂട്ടിലെ മധ്യസ്ഥനാടോ? എണ്ണി വാങ്ങിയില്ലേ 10,000 റുപ്യ? ശരിയാ, കണ്ണനും ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അമ്പലത്തിൽ വെച്ചുള്ള കളി ഇനി വേണ്ട. എന്റെ വീട്ടിൽ വെച്ച് മതി. അതും എന്റെ മോൻ വരുന്നതിന് മുമ്പ് നടക്കണം. മോൻ അറിയാലോ. പിന്നെ ഏറ്റ് രാമൻ നായരെ. അല്ല പിന്നെ എന്താ വിളിച്ചു നോക്കണേ? ഒന്നുമില്ല. കഴിക്കൂ. മുട്ട കിട്ടി, ബാക്കിയെല്ലാം പോയി. എന്ത് ധൈര്യത്തിലാ ഗോവിന്ദേട്ടൻ ഏറ്റത്? രാധി എന്ന തങ്ക വിഗ്രഹത്തോൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയല്ലേ. അത് അത്ര പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റൂ? പ്രതിഷ്ഠ താനെ ഇളകിപ്പോയതല്ലേ. രാമൻ നായർ വലിയ പ്രതീക്ഷയില്ല.
അയാളുടെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു. അപ്പൊ കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴോ? നീ കുറെ നേരമായല്ലോ വെള്ളത്തിൽ തപസരിക്കാൻ തുടങ്ങിയിട്ട് കരയിലോട്ട് കയറ്റ്. ആ ലുങ്കി ഉണങ്ങാതെ ഒരു രക്ഷയില്ല കോന്നേട്ടാ. അയ്യോ. ലുങ്കി അലക്കണ ദിവസം ഷർട്ട് അലക്കാൻ പറ്റില്ല, രണ്ടും കൂടി അലക്കാൻ മുതലാവേ ഇല്ല. ഒരു കഷ്ണം 501 സോപ്പ് കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിച്ചു കൂട്ടുന്നത്. എന്നാണ് അതിന്റെ ദാരിദ്ര്യം തീരുക? ശരിയാ, ഞാനൊരു ദരിദ്രവാസിയല്ലേ ഗോവിന്ദേട്ടാ. ഈ വെള്ളത്തിന് ഈ പച്ചനിറം ഇല്ലെങ്കിൽ ഇതിന്റെ ആഴം അറിയും. അതുപോലെ ഈ കളിയും തമാശയൊന്നും ഇല്ലെങ്കിൽ എന്റെ ഹരി, എടാ, ഹരി. അമ്മയും തുളസി അമ്പലത്തിൽ പോയി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. അല്ല, ഞാനാണ് തെറ്റ് ചെയ്തത്.